സെക്ഷൽ നീഡ് എല്ലാവർക്കും ഉള്ള കാര്യമാണ്. അപ്പോൾ രണ്ടുപേർക്കും സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഒരു തെറ്റായ കാര്യമല്ല. പക്ഷേ കൂടുതൽ ആൾക്കാരും പറയുന്നത് പുരുഷന്മാർക്കാണെന്നാണ്. അപ്പോൾ അതിനോട് എങ്ങനെയാണ്, യോജിക്കുന്നുണ്ടോ, സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അങ്ങനെ ജനറലൈസ് ചെയ്യാൻ പറ്റൂലല്ലോ. ആണുങ്ങൾക്കും ഉണ്ടാവും സെക്ഷൽ ഫ്രസ്ട്രേഷൻ, പെണ്ണുങ്ങൾക്കും ഉണ്ടാവും. ഇവളാള് കൊള്ളാമല്ലോ. അതങ്ങനെയാണ്. അതുകൊണ്ട് ജനറലൈസ് ചെയ്ത ആണുങ്ങൾക്ക് മാത്രമാണ് അത് എന്ന് പറയേണ്ട ആവശ്യമില്ല. പുരുഷന്മാർക്ക് തന്നെയാണ് ഒബ്വിയസ്ലി. കാരണം ഇപ്പൊ റീസെന്റ് ഒരു ഇഷ്യൂ നടന്നിട്ടുണ്ടായിരുന്നല്ലോ, ഒരു ആക്ട്രസ് തന്നെ നോൺ ആയിട്ടുള്ള, അവരുടെ മൂവി ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാനാവുന്ന നേട്ടങ്ങൾ കിട്ടിയിരുന്നു. എന്നിട്ടും ആളുകൾ കൂടുതൽ ശ്രദ്ധ കാണിച്ചിരുന്നത് അതിൽ ആ ഒരു ക്ലിപ്പ്, ആ പ്രസ്തുത ക്ലിപ്പിനെ കുറിച്ച് അറിയാൻ വേണ്ടായിരുന്നു. അതിൽ തന്നെ ഉണ്ടല്ലോ അതിനുള്ള ആൻസർ. പുരുഷന്മാരെ മാത്രമല്ല സ്ത്രീകൾക്കും ഈ പറയുന്നത് പോലെ ആ ക്ലിപ്പിനോട് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ സ്ത്രീകൾ അത് പ്രകടിപ്പിച്ചില്ല എന്ന് പറഞ്ഞിട്ട് പുരുഷന്മാർ പ്രകടിപ്പിക്കുന്നത് കൊണ്ട് പുരുഷന്മാർക്കാണ് സെക്ഷൽ ഫ്രസ്ട്രേഷൻ കൂടുതൽ എന്ന് പറയാൻ പറ്റുമോ? ഐ സർ മൈ ഒപ്പീനിയൻ. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള അങ്ങനെയാണ്. പുരുഷന്മാർ തീർച്ചയായിട്ടും പുരുഷന്മാർക്ക് എന്തുകൊണ്ടാണ് പുരുഷന്മാർക്ക് എന്ന് പറയാം? നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണല്ലോ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ എന്റെ മാത്രം കാഴ്ചപ്പാടിലാണെങ്കിൽ എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഈ ഫീഡ്ബാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ എന്റെ ആ ഒരു ദാരിദ്ര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. ബ്രോക്ക് എന്താണ് തോന്നിയിട്ടുള്ള, പുരുഷന്മാർക്കാണോ സ്ത്രീകൾക്കാണോ കേരളത്തിൽ സെക്ഷൽ ഫ്രസ്ട്രേഷൻ കൂടുതൽ? അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുകൂട്ടർക്കും ഉണ്ടാവാം. അവരുടെ താല്പര്യത്തിനനുസരിച്ചായിരിക്കും. ഈ റീസെന്റ് വന്ന ആ ഒരു സംഗതി, അതില് ഭൂരിഭാഗം ആൾക്കാർ അത് തപ്പി നടക്കാനുള്ളൊരു കാരണം ഒരു ടെൻഡൻസി അവിടെ കാണിക്കുന്നു. അതിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് സെക്ഷുവൽ ഫ്രസ്ട്രേഷൻ കൂടുതലാണ് എന്നുള്ളത് അങ്ങനെ വിലയിരുത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അയ്യടാ, അതിനൊക്കെ വേറെ ആളെ നോക്കണം. ഈ കുട്ടനായിനൊന്നും കിട്ടൂല. അതൊക്കെ എന്റെ സംസ്കാരത്തിന് നിരക്കാത്ത കാര്യങ്ങൾ. പക്ഷെ ഞാനൊന്ന് ചോദിച്ചോട്ടെ, അതായത് അത് സെക്ഷൽ ഫ്രസ്ട്രേഷന്റെ പുറത്താണോ ആ ക്ലിപ്പ് തപ്പി നടന്നത്, അതോ അത് കാണാനുള്ള ക്യൂരിയോസിറ്റിയുടെ പുറത്താണോ തപ്പി നടന്നത്? സത്യത്തില് അത് കാണാനുള്ള ക്യൂരിയോസിറ്റിയുടെ പുറത്ത് തന്നെയാണ്. കാരണം അവർക്ക് അതൊരു ഫെയിം ആയിട്ടുള്ള ആളാണ്. അപ്പൊ ആളുടെ എങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു ചിന്താഗതി, ആ ചിന്താഗതിയാണ് പ്രശ്നം. അവിടെ നമ്മൾ ഈ ഒരു ഈ സെക്ഷലി അവർക്ക് മറ്റു മാർഗങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല അവർക്ക് അതൊരു മനോരോഗത്തിന്റെ ഭാഗമാണ്. ഈ പറഞ്ഞതൊരു മനോരോഗത്തിന്റെ ഭാഗമാണ്. ഉദാഹരണം, ഒരു സാധാരണക്കാരന്റെ അങ്ങനെ പറയപ്പെടുന്ന ആൾക്കാരുടെ ക്ലിപ്പുകളോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ന്യൂസുകളോ കാണുമ്പോൾ നമുക്ക് അതിനോട് വലിയൊരു താല്പര്യം കാണിക്കാറില്ല. പൊതുവെ മലയാളീസിന്റെ ഒരു സ്വഭാവമാണ് പറയുന്നത്. പക്ഷെ ഇതൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട് കൂടുതലായിട്ട് അതിലേക്കൊരു ആകർഷണം ഉണ്ടാവണം. ഈ പറഞ്ഞ ക്യൂരിയോസിറ്റി അവിടെ സംഭവിക്കുന്നുണ്ട്.